വയനാട്ടിലെ ഒരു ഗോത്രവർഗ വിഭാഗത്തിന്റെ നേതാവായിരുന്നു കരിന്തണ്ടൻ. തലമുറകളാൽ കൈമാറി കിട്ടിയ ഒരു അത്ഭുതവാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. കോഴിക്കോടിനെ വയനാടും കേരളത്തിനെ മൈസൂരായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാത, അതാണ് താമരശ്ശേരി ചുരം. ഈ ഒരു വഴി അറിയാവുന്ന ആൾ കരിന്തണ്ടൻ മൂപ്പനായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു താമരശ്ശേരി ചുരം കണ്ടെത്തി കഴിഞ്ഞാലേ വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കൊള്ളയടിക്കാം. മാത്രമല്ല മൈസൂരിലുണ്ടായിരുന്ന ടിപ്പു സുൽത്താനെതിരെ പടയോട്ടം നടത്താൻ ഈ വയനാടൻ മലനിരകൾ കയറിയാൽ പെട്ടെന്ന് തന്നെ സാധ്യമായിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് നാട്ടുപ്രമാണിമാര് കരിന്തണ്ടൻ മൂപ്പനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ മലകളെല്ലാം താണ്ടി വയനാട്ടിലേക്ക് ഏറ്റവും എളുപ്പം എത്താവുന്ന ഒരു വഴി കരിന്തണ്ടൻ മൂപ്പൻ ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഒരു വഴി ഇനി തങ്ങളുടെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്താലോ എന്നെല്ലാം ഓർത്ത് ബ്രിട്ടീഷുകാരെ കരിന്തണ്ടൻ മൂപ്പനെ ചതിയിലൂടെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം മല കയറി വരുന്ന കാളവണ്ടികളൊക്കെ കൊക്കയിലേക്ക് പതിക്കുന്നത് നിത്യസംഭവമായി മാറി. ഇതിനെല്ലാം കാരണം കരിന്തണ്ടന്റെ ആത്മാവാണെന്നും ഈ ആത്മാവിനെ ആവാഹിച്ച് ചങ്ങലയിൽ തളയ്ക്കണമെന്നും കണ്ടെത്തി. വയനാട് ചുരത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു കഥ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ?